അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് മുഹമ്മദ് റിഷാൽ എന്നാണ്. ഞാൻ മലപ്പുറം ജില്ലയിലെ പാങ്ങ് എന്ന പ്രദേശത്തു നിന്നാണ് വരുന്നത്. അൽഹംദുലില്ലാഹ്, സമസ്ത ലേണിംഗ് നടത്തി വരുന്ന ഫാത്തിഹ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞു. നല്ല ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാനൊരു IT മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാലം മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മളതിലേക്ക് കുറച്ച് പോകും, പിന്നെ അതവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യും, പിന്നെ അതിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഫാത്തിഹ കോഴ്സിന് ചേർന്നു. അതേപോലെ ഇപ്പോൾ സൂറത്തുൽ ദുഹാ മുതൽ നാസ് വരെ സൂറത്ത് നടക്കുന്നുണ്ട്. 2 ഉസ്താദന്മാരാണ് എനിക്കുണ്ടായത്. 2 ഉസ്താദന്മാരാണെങ്കിലും നമ്മൾ അപ്പോൾ ഒരു ഫാത്തിഹ തന്നെ ഒരു 4 വട്ടോ 5 വട്ടോ 10 വട്ടം നമ്മൾ ഒരു വീഡിയോ വിട്ട് കഴിഞ്ഞാലും അവർ നമുക്ക് അതിനപ്പോൾ റെസ്പോണ്ട് തരും. ആദ്യം തന്നെ നമുക്ക് മെസ്സേജ് അയക്കും. ഇപ്പോൾ ഓൺലൈനിൽ ഇല്ലയെന്നുണ്ടെങ്കിലും ഇന്ന സമയത്തിനുള്ളിൽ നമ്മൾ മെസ്സേജ് അയക്കും. അത് എത്ര പേരാണ് ഗ്രൂപ്പിലുള്ളത് അവരൊക്കെ പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഗ്രൂപ്പിലാണ് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും അവർക്കെല്ലാം റെസ്പോണ്ട് ചെയ്യും. അതും ചില പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഒരു ക്ലാസ്സിന് കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് മനസ്സിലാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദ് ഗ്രൂപ്പിൽ ഓരോരുത്തർക്കും റീപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. ഇന്ന ആൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ശരിയാക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും റീപ്ലൈ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ക്ലാസ് കേൾക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഉസ്താദിൻ്റെ റീപ്ലൈ മാത്രം എടുത്ത് നോക്കിയിട്ട് ഉസ്താദ് എന്താ പറഞ്ഞത് എന്നത് മനസ്സിലാക്കിയിട്ടായിരിക്കും പിന്നെ ഉസ്താദിൻ്റെ ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ടാവും. അപ്പോഴും ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പറഞ്ഞ അതേ കാര്യമായിരിക്കും പിന്നെയും പറയുന്നുണ്ടാവും പല ആൾക്കാരോടും. എന്നാലും അതൊരു മടുപ്പില്ലാതെ ഓരോ വോയിസ് അയക്കുമ്പോഴും ആദ്യം പറയാം അൽഹംദുലില്ലാഹ് നന്നായിട്ടുണ്ട് എന്ന് പറയാം, എന്നിട്ടാണ് ബാക്കി പറയാം. അപ്പോൾ ഈ കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ പറയുക, എന്നെ പറ്റിയൊരു മോശം പറയുന്നതല്ല, എനിക്ക് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ബോധം അയാൾക്ക് തന്നെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.